ഈ ഏഞ്ചൽസിനെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവരുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 4-5 വർഷമായേ. എനിക്ക് തോന്നുന്നു പനമ്പള്ളി നഗറിലുള്ള ജൊവാൻസിൽ നിന്നാണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ഏഞ്ചലിനെ എല്ലാം കളക്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ ഓരോ വർഷവും ഫെജിയുടെ ഷോപ്സിൽ നിന്നും അവരുടെ എക്സിബിഷനിൽ നിന്നും അതുപോലെ എറണാകുളത്തെ കുര്യൻസിൽ നിന്നും ഒക്കെ ആയിട്ട് ഇവർ പതുക്കെ പതുക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. നോക്കി എന്ത് വെറൈറ്റിയാണെന്നറിയാമോ ഈ ഓരോ മാലാഖയും. പല പല കളേഴ്സുള്ള മാലാഖമാർ, അതേപോലെ പല വലുപ്പത്തിലുള്ള മാലാഖമാർ, പല ഷേപ്പിലുള്ള മാലാഖമാർ. അവർ കയ്യിൽ കൊണ്ടു നടക്കുന്ന ആ വസ്തുക്കളിൽ പോലും ഉണ്ട് വ്യത്യാസം. ഒരു മാലാഖ വേറൊരു മാലാഖയിൽ നിന്ന് നല്ല ഡിഫറെൻറ്റാണ്. ഇവർക്ക് കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം നല്ല ഭംഗിയുള്ള മാലാഖമാരാണ്. ഈ മാലാഖയെ കണ്ടോ, പുസ്തകമൊക്കെ വായിച്ച് ചിന്തിച്ചിരിക്കുന്ന ഈ മാലാഖയ്ക്ക് കൂട്ടായിട്ട് ഏതാണ്ട് അതേപോലെ ആ രൂപത്തിലൊക്കെ ഉള്ള 3-4-5 മാലാഖമാർ വേറെയുമുണ്ട്. ഇവരെല്ലാം ഭരണങ്ങാനം പള്ളിയുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നുമാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. ഇവരൊരു ഗ്രൂപ്പാണ്, നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മാലാഖമാർ. ഇത് കണ്ടോ, നമ്മളൊരു സ്റ്റാൻഡിൽ പല തട്ടിലായിട്ടാണ് ഈ മാലാഖമാർ മിക്കവരെയും കൊണ്ടുവന്ന് ഒരുമിച്ച് ഇരുത്തിയേക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, 1-2 സ്ഥലങ്ങളിൽ തിരുക്കുടുംബത്തിന് കൂട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് മാലാഖമാരും കൂടെ നമ്മുടെ കൂടെയുണ്ട്. ഇത് തിരുക്കുടുംബത്തിന് കാവലായിട്ട് നിൽക്കുന്ന വേറെ കുറച്ച് വലിപ്പമുള്ള വലിയൊരു മാലാഖയാണ്. ഈ മാലാഖമാരിലുണ്ടല്ലോ ഏറ്റവും ഭംഗിയുള്ളത് ആർക്കാ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ ആരോടെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലേ. കാരണം ഓരോ മാലാഖയ്ക്കും ഉണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു ക്യൂട്ട്നെസ് ഉണ്ട്. ഓരോരുത്തരും ഡിഫറെൻ്റാണ്, ഓരോരുത്തരെയും കാണാൻ നല്ല ഭംഗിയുമാണ്. ഈ മാലാഖയെ നോക്കിക്ക്, ഈ വർഷം ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. നമുക്ക് പീച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന നല്ലൊരു സുന്ദരി.